ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകൂടത്തിൽ ഒരു വൻ ഭൂകമ്പത്തിന് കളമൊരുങ്ങുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ തലങ്ങും വിലങ്ങും അഴിച്ചുപണി നടക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 30-ലേറെ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിവെക്കുകയാണ്. 10ഓളം മന്ത്രിമാർക്ക് രാജിക്കത്ത് നൽകാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, വരാനിരിക്കുന്ന ഗാന്ധി ജയന്തി മുതൽ സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പദ്ധതി നടപ്പിലാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കരട് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. BJP പാർലമെന്ററി ബോർഡ് രൂപീകരണം പോലും അനിശ്ചിതത്വത്തിലായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്ന മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ മാറ്റാൻ പോകുന്നു എന്ന വാർത്തയാണ് അതിവേഗം പടർന്നു പന്തലിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയും ഭരണത്തിലെ വീഴ്ചകളും മറച്ചുവെക്കാൻ നിർമ്മല സീതാരാമനെ ബലിയാടാക്കുകയാണ്. പകരം മുൻ IAS ഉദ്യോഗസ്ഥനെ ധനമന്ത്രിയാക്കാൻ നീക്കം നടക്കുന്നു എന്നൊക്കെയാണ് പ്രചരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ രാജ്യത്തിന്റെ സാമ്പത്തിക അമരം പിടിക്കാൻ വരുന്നു എന്ന വാർത്തകൾ കേട്ട് പലരും ഞെട്ടി. ഡൽഹിയിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഇതെല്ലാം വെറും പുകമറകൾ മാത്രമാണ്. നിർമ്മല സീതാരാമനെ മാറ്റുമെന്ന വാർത്തകൾ വെറും വ്യാജ പ്രചരണവും രാഷ്ട്രീയ ഊഹാപോഹവും മാത്രമാണ് എന്നാണ് കേന്ദ്രത്തോട് അടുത്ത വൃത്തങ്ങളും പറയുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിൽ നിർമ്മല സീതാരാമനെ പുകഴ്ത്താൻ മോദിക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ മുൻപും IAS IFS ഉദ്യോഗസ്ഥരായ S. ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, അശ്വനി വൈഷ്ണവ് തുടങ്ങിയവരെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. വരാനിരിക്കുന്ന ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ച് അതിനിർണായകമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പുനഃസംഘടനയെപ്പറ്റി അവർ ആലോചിക്കുന്നത് പോലും. ആ ഭയമാണ് മന്ത്രിസഭയിൽ ചെറിയൊരു അഴിച്ചുപണിക്ക് അവരെ നിർബന്ധിതരാക്കുന്നത്. കേരളത്തിൽ നിന്നും സദാനന്ദൻ മാസ്റ്ററെ പോലെയുള്ള ഒരാളെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്ന വാർത്തകൾ വരുന്നത് പോലും കൃത്യമായ രാഷ്ട്രീയ ലാക്കോടെയാണ്. കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ അടുത്തൊരു അടവ് പുറത്തെടുക്കുന്നു എന്നത് വ്യക്തം. പാർട്ടിയിലും സംഘടനയിലും മന്ത്രിസഭയിലും ഒരുപോലെ അഴിച്ചുപണി നടത്താൻ BJP ലക്ഷ്യമിടുമ്പോൾ എന്തു മാറ്റമാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. ഭരണം കൂടുതൽ വേഗത്തിലാക്കാനാണ് ഈ മാറ്റങ്ങളെന്ന് അവർ അവകാശപ്പെടുമ്പോഴും വ്യാജ വാർത്തകളും അഭ്യൂഹങ്ങളും പരത്തി ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് സർക്കാർ. സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ നിർമ്മല സീതാരാമൻ തുടരുമെന്ന് പറയുമ്പോഴും മന്ത്രിസഭ അഴിച്ചുപണി കൊണ്ട് മാത്രം വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമാകില്ല. സഖ്യകക്ഷിയായി TDPയെയും JDUവിനെയും സൂചിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ട്. ഭരണത്തിന്റെ പരാജയം മറയ്ക്കാൻ മന്ത്രിമാരുടെ കസേരകളി നടത്തിയാൽ മതിയെന്നാണ് മോദിയുടെ മനസ്സിലിരിപ്പ്. Celebrate, lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, nandilattu jimartil. Laka 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 laka, vangu jaiku agoshikku. Nandilattu jimartil.